ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ നരിമടക്കുന്ന് കാണാൻ പോയൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മമ്മൂട്ടി അഭിനയിച്ച ഭൂതക്കണ്ണാടി സിനിമയിലെ ഒരു കുഞ്ഞു ഭാഗം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു പക്ഷേ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. ഞങ്ങൾ നരിമടക്കുന്നത്ത് എത്തി. അവിടെ പോയിട്ട് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റൊക്കെ എടുത്ത് തിരിച്ചു വന്നപ്പോഴേക്കും ആൾക്കാരൊക്കെ കുറേ കൂടിയിരുന്നു. പിന്നെ ഫുള്ള് നടത്തം. നല്ല കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാറ്റിൻ്റെ ശബ്ദം നല്ലപോലെ നിങ്ങൾക്ക് ഇതിൽ കേൾക്കാൻ പറ്റും. പൊന്നൂസും വലിയേട്ടനും കൂടി കൈ പിടിച്ച് ഫുള്ള് നടത്തായിരുന്നു. നല്ല വ്യൂ ആണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് സ്വന്തമായിട്ട് നടക്കണമെന്നായി. വൈകിട്ട് ഇവിടെ വരാനാണ് കേട്ടോ സൂപ്പർ. കാരണം സൺസെറ്റൊക്കെ കണ്ട് കാറ്റൊക്കെ അടിച്ചിങ്ങനെ സുഖമായിട്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയ പ്ലേസാണിത്. കല്യാണം കഴിഞ്ഞ കപ്പിൾസൊക്കെ ഔട്ട്ഡോർ പിടിക്കാനും ഷൂട്ട് ചെയ്യാനുള്ളവരൊക്കെ ഒരുപാട് ഇവിടെ വരുന്നുണ്ട്. പൊന്നൂസ ഗുഹയുടെ താഴെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നിൽക്കുന്ന ഒരു രംഗമാണിത്. ആ പൂപ്പന്താടി ഊതിക്കള. കുന്നിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞപ്പോൾ അതിനടുത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പാർക്കുണ്ട്. പിന്നെ അങ്ങോട്ടേക്കായി ഓട്ടം. പുറത്തേലിരിക്കാം നമുക്ക്. അതോ പൊന്നൂസിന് ഇതെല്ലാം കണ്ടോട് കൂടിയിട്ട് ഏതിലാണ് ഇരിക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു. എല്ലാത്തിലും പൊന്നൂസ് കയറി ഇരുന്നിട്ട് തന്നെ ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ആദ്യമൊക്കെ ഞങ്ങൾ പിടിച്ചിട്ടിരുത്തിയൊക്കെയെങ്കിലും കൂടി പിന്നെ അവൾ തന്നെയായി ഇരുത്തവും ചാട്ടം ഓട്ടം ഒക്കെ. എന്തായാലും അവൾക്ക് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു അന്ന്. ഓടിയോ ശബ്ദം കേട്ടു. അവൾക്കിങ്ങനെ നിരങ്ങി വരുന്നതിലിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. കയറിയിട്ടിങ്ങനെ നിരങ്ങി വീഴുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് എല്ലാത്തിലും അവൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അത് കൂടെ കയറാല്ലേ. പൊന്നൂസിന് അവിടെ നിന്ന് പോരാനേ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഫുള്ള് അവിടെ ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുകയായിരുന്നു. പിന്നെ ഇരുട്ടായോട് കൂടിയിട്ട് ഞങ്ങൾ പോവാമെന്നുള്ളൊരു ഇതായി. അങ്ങനെ ഒരു വിധത്തിൽ പറഞ്ഞു മയക്കി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന രംഗമാണിത്. ചാനൽ കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാം. ടാറ്റാ ബൈ.